2-3 ദിവസമായിട്ട് സകലമാന ചാനലുകളും അങ്ങ് പൊങ്ങച്ചം പറഞ്ഞങ്ങ് മടുക്കുകയാണ്. വാശിക്ക് പൊങ്ങച്ചം പറയുകയാണ്. PM മോഡി ചൈനയിൽ പോയി, എന്നിട്ട് അവിടെ ചെന്നിട്ട് അച്ചുതണ്ട് ഉണ്ടാക്കി, പുടിനെയും ഷി ജിൻപിങ്ങിനെയും ഒക്കെ പിടിച്ചിരുത്തി ലോകത്ത് പുതിയ ശക്തി ഉണ്ടായെന്നൊക്കെ. ചുമ്മാതെയാ. ഒരു ശക്തി ഉണ്ടായിട്ടില്ല, ഒരു പുല്ല് സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ വെറുതെയാണ്. ഈ ചൈനയുടെ ഇമ്പോർട്ട് ഇന്ത്യയിലേക്ക് തന്നെ കൂടാൻ പോകുന്നുണ്ടോ? ഇന്ത്യ സമ്മതിക്കുമോ? നേരത്തെ തന്നെ ഇവിടെ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ചൈനയുടെ പല പ്രൊഡക്റ്റുകളും ഇന്ത്യൻ ഇൻഡസ്ട്രി രക്ഷിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ബാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ഡ്യൂട്ടി അടിച്ചിട്ടുണ്ട് ഈ അലുമിനിയം പോലുള്ള സാധനങ്ങൾക്കൊക്കെ. നമ്മൾ ഇന്ത്യക്കാർ ചൈനയിൽ പോയി കഴിഞ്ഞാണല്ലോ ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ നിന്ന് മേടിക്കത്തുള്ളൂ. എന്നിട്ട് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? അത് ചൈന പ്രൊഡക്റ്റ് അല്ലേ, ചൈനയിൽ നിന്ന് വന്നല്ലേ, ചൈന ക്വാളിറ്റി അല്ലേ എന്ന്. കാരണം നമ്മളാണ് അവിടെ പോയിട്ട് ചീപ്പ് സാധനം മേടിച്ച് ഇവിടെ കൊണ്ടിരുന്നത്. അവിടെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇമ്പോർട്ട് കൂടിയാൽ തന്നെ എവിടെ കൂടാനായിട്ടാ? ഇതുപോലുള്ള സാധനങ്ങളല്ലേ നമ്മൾ ഇന്ത്യക്കാർ വീണ്ടും പോയി മേടിക്കത്തുള്ളൂ. പിന്നെ എങ്ങനെ ചൈന ഇന്ത്യയെ സഹായിക്കുമെന്നായി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ചൈനയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാനായല്ലോ, പറ്റുമോ? എവിടെ നടക്കാനായിട്ടാ? അതൊരു വൻ ഇൻഡസ്ട്രിയൽ രാഷ്ട്രമാണ്. അങ്ങോട്ടൊരു എക്സ്പോർട്ടിങ് നടക്കത്തില്ല. പിന്നെ എന്ത് അച്ചുകൊണ്ടാ? ഇനി റഷ്യന്ന് നിങ്ങളൊരു കാര്യം ആലോചിച്ചോ. ഇനി മോഡി ഭരിക്കുമ്പോഴാകട്ടെ, അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചപ്പോഴാകട്ടെ, നമുക്കിവിടെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ മെയ്ഡ് ഇൻ റഷ്യ അല്ലെ മെയ്ഡ് ഇൻ USSR എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മെഷീൻ, ഫോർ എക്സാമ്പിൾ ഈ ലേത്ത് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിങ് മെഷീൻ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം മെയ്ഡ് ഇൻ റഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മാർക്കറ്റിൽ? മെയ്ഡ് ഇൻ ജർമ്മനി പറഞ്ഞ് ഇഷ്ടം പോലെ മെഷീനുണ്ട്. ബോഷ്, മക്കിറ്റ എന്നൊക്കെ പറഞ്ഞ പല കമ്പനികൾ. ഈ വാഷിംഗ് മെഷീനൊക്കെയാണ് IFB അല്ലെ, സീമെൻസ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ്. ഇതുപോലെ ഏതെങ്കിലും റഷ്യൻ സാധനങ്ങളുടെ പേര് ഇന്ത്യൻ മാർക്കറ്റിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇത്രയും വർഷമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ടൊക്കെ റഷ്യയായിട്ട് വലിയ സഹകരണമാണ്, വലിയ കോപ്പറേഷനാണ്. എന്നിട്ട് എന്താ റഷ്യയുടെ ഒരു മെഷീനും ഇന്ത്യയിൽ വരാത്തത്? ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ മോഡി പോയിട്ട് ഒരു പ്രസിഡന്റിന്റെ ഒരു പ്രൈം മിനിസ്റ്ററുടെ ഒക്കെ കൈ കൊണ്ട് ഇങ്ങനെ പോർത്ത് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? അത് ചൈനയിൽ തന്നെയാണ്. എന്താ സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഡാറ്റ ചെക്ക് ചെയ്തോളൂ. $1 101 ബില്യൺ അത്രയും വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകളാണ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ് ചൈനയെ നമ്മൾ വർജിക്കണം, ചൈന വേണ്ട, ചൈനീസ് സാധനം വേണ്ട, നമുക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ മതി എന്ന് പറയുന്നു. എങ്കിൽ പിന്നെ എന്തിനാ ഇത്ര ഇമ്പോർട്ട് ചെയ്യുന്നത്? ഇനി ഈ ഇമ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ പോയിരിക്കുന്ന മോഡി അവിടെ ചൈനയിൽ? അതല്ലേ ഈ അച്ചുതണ്ട് ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുന്നത്? ഒരു സൈഡിൽ കൂടെ പറയുന്നു മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ മതിയെന്ന്. മറ്റൊരു സൈഡിൽ കൂടെ പറയുന്നു ഞങ്ങൾ ചൈനയായിട്ട് അസോസിയേഷൻ ഉണ്ടാക്കി ഇനി വലിയൊരു ഭൂലോക ശക്തിയായിട്ട് മാറാൻ പോവുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും, കുറേ പഴയ റൂൾസൊക്കെ എടുത്ത് മാറ്റും, നിബന്ധനകളൊക്കെ മാറ്റും എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇത് കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ മേക്ക് ഇൻ ഇന്ത്യ അവിടെ പോകും. ഇനി പഴയ ചില കാര്യങ്ങൾ ഞാൻ എടുത്തിടുകയാണ്. ഈ മോഡിയുടെ ഈ വിസിറ്റ് ഉണ്ടല്ലോ, ഈ മീറ്റിങ്ങിൽ പോയിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ മീറ്റിങ്ങിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററും വന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ നിന്ന് ചുമ്മാ കാണാൻ വന്നാണോ? അല്ല. അപ്പോൾ അയാളും ഒരു അസോസിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. ബൈലാറ്ററൽ ട്രേഡ് എന്നോ അല്ലെങ്കിൽ പരസ്പര സഹകരണത്തിനൊക്കെ ആയിട്ട് വന്നതാണ്. ഇവിടെ ഇന്ത്യൻ മീഡിയ അവിടെ എന്തൊക്കെയോ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അയാൾ ആ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ പുട്ടിൻ്റെ പുറകെ നടന്നു ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്, എടുത്ത് ചാടി, അല്ലെ മോഡി അയാളെ മൈൻഡ് ചെയ്യാതെ പോയെന്നൊക്കെ. ഇതൊക്കെ ചില പർട്ടിക്കുലർ മോമെന്റ്സ് എടുത്തു വെച്ചിരിക്കുകയാണ്. അതെടുത്ത് ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. അത് പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ചൈനീസ് പ്രൈം മിനിസ്റ്ററോ ചൈനീസ് പ്രസിഡന്റും അല്ലെ റഷ്യൻ പ്രസിഡന്റും ഒക്കെ ഈ പറഞ്ഞ ഷഹബാസ് ഷെരീഫുമായിട്ട് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു, സെപ്പറേറ്റ് മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ മീഡിയ ഇവിടെ മനഃപൂർവ്വം മറച്ചു വെച്ചിരിക്കുന്നതാണ്. എന്തിനാണ്? ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കങ്ങ് പെട്രിയോട്ടിസം, രാജ്യസ്നേഹം അങ്ങോട്ട് കൂടും. എന്നിട്ട് മോഡി മഹാരാജാക്ക് ജയ് വിളിക്കും. എന്നാലല്ലേ റീച്ച് കിട്ടത്തുള്ളൂ, TV കാണാൻ ആൾ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ചാനലുകാരെല്ലാം വാശി കിട്ടുകൊണ്ടിരിക്കുകയാണ്. മോഡി അവിടെ എന്തോ അത്ഭുതം നടത്തിയിട്ട് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഒരത്ഭുതം നടക്കത്തില്ല. ഞാൻ 2-3 പഴയ കാര്യങ്ങൾ എടുത്തിടുകയാണ്. ഇതിൻ്റെയൊക്കെ പത്രം വായിക്കുന്നവർക്ക്, കുറേ വർഷങ്ങളായിട്ട് പത്രം വായിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ന്യൂസ് ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാൻ സാധിക്കും. ചോദിക്കുന്നു, യുക്രൈൻ യുദ്ധം ഉണ്ടായി, ഏകദേശം 3 വർഷമായി തുടങ്ങിയിട്ട് അല്ലേ? യുക്രൈൻ യുദ്ധം ഉണ്ടായ സമയത്ത് ഇവിടെ പറഞ്ഞായിരുന്നു പല സാധനങ്ങളുടെയും വില കൂടും ഇന്ത്യയിൽ. യുക്രൈനിൽ നിന്നാണ് ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ വില കൂടും, അത് നമുക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഇവിടെ എന്തിൻ്റെങ്കിലും വില കൂടിയ യുക്രൈൻ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എന്ത് സാധനത്തിൻ്റെ വിലയാണ് കൂടിയത്? കുറച്ച് നാളത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു, സ്റ്റീൽ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്തെന്ന് തന്നെ വെച്ചു. അറിയോ, $2.4 ബില്യൺ വർത്തായിട്ടുള്ള സാധനങ്ങൾ ഈ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. യുദ്ധം തുടങ്ങിയതിന് ശേഷമോ അത് ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് 1.2 ബില്യനാണ്. അതായത് നേരത്തെ 2.1 ബില്യൺ ഇമ്പോർട്ട് ചെയ്തിരുന്നിടത്ത് ഇപ്പോൾ അതിൻ്റെ പകുതിയായി മാറിയിരിക്കുന്നു. ഇത്രേ ഉള്ളൂ.
ഈ 2.1 ബില്യൺ അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഓർക്കുക, ചൈനയിൽ നിന്ന് എന്തുമാത്രം ഇമ്പോർട്ട് ചെയ്യുന്നത്? 101 ബില്യൺ. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ 2% മാത്രമേ യുക്രൈനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡി ആ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് അവിടെ പോയായിരുന്നു. എന്നിട്ട് ഇവിടെ BJP-ക്കാരെല്ലാം പൊക്കി ചെണ്ടയും കൊട്ടിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. മിസൈലുകൾക്കിടയിലൂടെ മോഡി കാറിൽ യാത്ര ചെയ്തു, 5-6 മണിക്കൂർ യാത്ര ചെയ്തു. എന്തിനാ? ആരെ കാണിക്കാനായിരുന്നു? അവിടെയുള്ള യുദ്ധത്തിൻ്റെ കെടുതികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടു. അപ്പോൾ ചിലർ പറഞ്ഞു അല്ല, അങ്ങനെയല്ല, അദ്ദേഹം പോയത് അവിടെ പോയിട്ട് അവിടെ നിന്ന് കിടക്കുന്ന അടഞ്ഞു കിടക്കുന്ന പല ഇൻഡസ്ട്രികളും, വലിയ വലിയ ഇൻഡസ്ട്രികളൊക്കെ ഉണ്ടല്ലോ, ഈ റെയിൽവേയുടെ പാർട്ട് ഉണ്ടാക്കുന്നതൊക്കെ, സ്റ്റീൽ ഫോർജിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കമ്പനികളുണ്ട്. ഈ കമ്പനിക്കാരുമായിട്ട് സംസാരിച്ച് ഇന്ത്യയിൽ വന്ന് കമ്പനി തുടങ്ങുക എന്ന് പറഞ്ഞ് ഡിസ്കഷന് വേണ്ടി പോയതാണ്. അങ്ങനെ മോഡി പല ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഈ 2 വർഷമായി അങ്ങനെ പോയിട്ട് ഇതുവരെ ഒരു ഇൻവെസ്റ്ററെങ്കിലും യുക്രൈനിൽ നിന്ന് ഇവിടെ വന്നിട്ട് അയാളുടെ ഫാക്ടറി, അവിടെ പൂട്ടിപ്പോയ ഫാക്ടറി ഇന്ത്യ വന്ന് തുടങ്ങിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഏതെങ്കിലും പത്രത്തിൽ വന്നോ? ഇല്ല, വന്നിട്ടില്ല. ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് വലിയ വലിയ കമ്പനികൾ, നമ്മൾ കേട്ടിട്ടുള്ള ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലോ, ടാറ്റ ഉണ്ട്, അംബാനി ഉണ്ട്, അല്ലെങ്കിൽ കിർലോസ്കർ, അങ്ങനെ പല കമ്പനികളുണ്ട്. ഇവരാരെങ്കിലും പോയിട്ട് യുക്രൈനുമായിട്ട് എന്തെങ്കിലും ടെക്നിക്കൽ കൊളാബറേഷൻ നടത്തിയിട്ട് അവരവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, അവർ വൻതോതിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയോ? ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഗവൺമെൻറ് സെക്ടറിലെ ഏതെങ്കിലും കമ്പനി യുക്രൈൻ കമ്പനിയായിട്ട് എന്തെങ്കിലും സഹകരണം ഉണ്ടാക്കി ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഞാൻ പറയുന്നത് കേട്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ 2 വർഷം മുമ്പ് ഈ മോഡി എന്തിനാ യുദ്ധത്തിന് ഇടയ്ക്കൂടെ, മിസൈലിന് ഇടയ്ക്കൂടെ വളവള പോയത്? എന്തിനാ? പാമ്പ് കപ്പയ്ക്കിടയ്ക്കൂടെ പോകുന്ന പോലെ. എനിക്ക് ചിരി വരുന്നു. ഇനി നിങ്ങളെങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ 3-4 വർഷം മുമ്പ് ഭരണം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അവരൊരു ദിവസം ആ ഗവൺമെൻറ് ഓഫീസിലേക്ക് ഇടിച്ചു കയറിയിട്ട് അവിടുത്തെ പ്രസിഡന്റിനോടൊക്കെ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വലിയ ചെണ്ടകോട്ടലായിരുന്നു. ഇനി താലിബാൻ വന്നു, ഇനി ഭയങ്കര പ്രശ്നമാവും, ജനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു, ഇന്ത്യക്ക് വേണ്ട 85% ഡ്രൈ ഫ്രൂട്ട്സുകളും അവിടുന്നാണ്, ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇനി അതൊക്കെ നിന്ന് പോകും, അതിൻ്റെയൊക്കെ വില കൂടുമെന്ന് പറഞ്ഞു. അതിൻ്റെ വില കൂടി, ശരിയാണ്, ആ സമയത്ത് വില കൂടി, 20-30% വില കൂടി. എന്നിട്ട് ആരെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് മിണ്ടിയോ? മിണ്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ ട്രേഡൊക്കെ പിന്നെയും തുടങ്ങി. ഇപ്പോഴും പഴയ പോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ടിൻ്റെ വില കുറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബദാം, വാൽനട്ട്, ആപ്രിക്കോട്ട്, ഫിഗ്സ്, ഇതെല്ലാം അവിടെ നിന്നാണ് വരുന്നത്. വില കുറഞ്ഞോ? ഇല്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ വില കൂടിയെന്ന് വെച്ചോ, പിന്നെ അത് കുറയാൻ ഇന്ത്യ ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. പാകിസ്ഥാനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി ഈയിടെ അല്ലേ? ആ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ വെച്ചു, അല്ലെങ്കിൽ കുറേ ടെററിസ്റ്റ് ഇന്ത്യയിലേക്ക് വന്നിട്ട് കുറേ ഇന്ത്യക്കാരെ കൊന്നു എന്നൊക്കെ പറഞ്ഞു, വലിയ ബഹളമായിരുന്നു. ശത്രുക്കളായി മാറി വീണ്ടും. നിങ്ങൾക്കറിയാമോ, ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വരുന്നത് പാകിസ്ഥാൻ വഴിയാണ്. ആ സമയത്ത് കുറച്ച് നാളത്തേക്ക്, ഏകദേശം 1 മാസത്തേക്ക് 1.5 മാസത്തേക്ക് അവിടുത്തെ റോഡൊക്കെ അടച്ചിട്ടു, ഇങ്ങോട്ടുള്ള വരവൊക്കെ നിന്നായിരുന്നു, ഏത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ. പിന്നെ ഇത് തുറന്നാരെങ്കിലും അറിഞ്ഞോ? അല്ല, അടച്ചത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല. പിന്നെയല്ലേ തുറക്കുന്ന അറിയുന്നത്. ഇത് അടച്ചു, പിന്നെ തുറന്നു, ഇതൊന്നും നമ്മളോട് മിണ്ടത്തില്ല. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ളതാണ്. അത് പാകിസ്ഥാൻ ഗവൺമെൻറ് റോഡ് തുറന്നു കൊടുക്കും, ഇല്ല ഇന്ത്യ ഗവൺമെൻറ് റോഡ് തുറന്ന് കിട്ടണം, എങ്കിലേ നടക്കത്തുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കണ്ടെയ്നർ തിരിച്ചങ്ങോട്ട് പോകണ്ടേ, ലോറി, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഈ ഇപ്പം തകർത്ത് കളയും എന്നൊക്കെ പറയുന്നത് അത് ജനങ്ങളെ പറ്റിക്കാനുള്ള ഓരോ വാചകടി മാത്രമാണ്. ഇനി മറ്റൊരു കോമഡി, റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് കിട്ടുന്നു. ഇപ്പോൾ പലതരത്തിലുള്ള വാർത്ത വരുന്നുണ്ട്, അത് അംബാനിക്കും അഡാനിക്കും ഒക്കെയാണ് കിട്ടുന്നത്. അവരതിനെ പ്രോസസ്സ് ചെയ്ത് പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, എന്നിട്ട് അവരാണ് കാശുണ്ടാക്കുന്നത്. അവർ മാത്രമല്ല, ഇന്ത്യൻ പബ്ലിക് സെക്ടർ കമ്പനികളെല്ലാവരും തന്നെ ഈ റഷ്യൻ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതിനകത്ത് ഏകദേശം 35-36% ക്രൂഡ് ഓയിലും ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രൂഡ് ഓയിൽ ഉണ്ടല്ലോ, ഇത് എത്ര വിലയ്ക്കാണ് ഇന്ത്യക്ക് കിട്ടുന്നതെന്ന് അറിയോ? ഇപ്പോൾ ഏകദേശം $14-15 ഒരു ബാരലിൻ്റെ വില. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്രയാണ് വില? അതായത് സൗദി അറേബ്യയിൽ നിന്നോ ഇറാഖിൽ നിന്നോ എവിടെ നിന്നെങ്കിലൊക്കെ ഓയിൽ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ വില $65 മുകളിലാണ്. $15 എവിടെ, $65 എവിടെ, ഏകദേശം $50 വ്യത്യാസം ഒരു ബാരലിന് മുകളിൽ. 12 ലക്ഷം ബാരലൊക്കെയാണ് ഒരു ദിവസം വാങ്ങിക്കുന്നത്. ഈ $15 വിലയ്ക്ക് കിട്ടുന്ന ഈ ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്തിട്ട് ഇന്ത്യൻ മാർക്കറ്റിലും വിൽക്കുന്നുണ്ടൊക്കെ പറയുന്നത്, അല്ലെ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് എന്ത് പ്രയോജനം കിട്ടി? നമുക്കാർക്കെങ്കിലും പെട്രോളിൻ്റെ വില എന്തെങ്കിലും കുറഞ്ഞോ? ഇത്രയും വില കുറച്ച് ക്രൂഡ് ഓയിൽ കിട്ടിയിട്ട് പ്രോസസ്സ് ചെയ്ത് പെട്രോളാക്കി വന്നിട്ട് ഒരു 10 പൈസയെങ്കിലും നമുക്ക് കിട്ടുന്ന പെട്രോളിൻ്റെ വില കുറഞ്ഞോ? കുറഞ്ഞില്ല, കുറയ്ക്കത്തില്ല. ഇതും വാചകമുള്ളൂ. ഇതെന്നിട്ട് മോഡി ഇങ്ങനെ മസിൽ പിടിച്ച് നെഞ്ചു വിരിച്ച് കാണിക്കും, ഞാൻ എൻ്റെ വലിയ ആനയെ പിടിച്ചുകൊണ്ട് വന്നെന്ന്. നാട്ടുകാർക്ക് യാതൊരു പ്രയോജനവും. ചില വലിയ താമരകൾ വാദിച്ചേക്കും, തീവ്ര താമരകളൊക്കെ ഉണ്ടല്ലോ, അവർ പറയും ഇന്ത്യക്ക് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടുന്നുണ്ടെന്ന്. എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്? ഏതായാലും എക്സ്പോർട്ടിന് സെയിൽ ടാക്സ് ഇല്ല,
ഒരു ടാക്സും ഗവൺമെൻറ്റിന് കിട്ടത്തില്ല. പിന്നെയുള്ളതാണ് കോർപ്പറേറ്റ് ടാക്സ്. ഈ കോർപ്പറേറ്റ് ടാക്സ് വഴി ഇൻകം കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഇങ്ങനെയുള്ള കുറേ പെട്രോളിയം കമ്പനികളുണ്ടല്ലോ ഇന്ത്യ ഗവൺമെൻറ് പബ്ലിക് സെക്ടറിലുള്ളത്. ഈ കമ്പനികൾ ആരെങ്കിലും 2022 ശേഷം കഴിഞ്ഞ 3 ഫൈനാൻഷ്യൽ ഇയറിൽ 1 രൂപയെങ്കിലും അവരുടെ കോർപ്പറേറ്റ് ടാക്സ് കൂടിയിട്ടുണ്ടോ? ഇല്ല. ആരുടെയും കോർപ്പറേറ്റ് ടാക്സ് കൂടിയിട്ടില്ല. എല്ലാവരുടെയും കോർപ്പറേറ്റ് ടാക്സ് ഗ്രാജുവലായിട്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കുറവായിരുന്നു കഴിഞ്ഞ 24-25 കോർപ്പറേറ്റ് ടാക്സ്. പിന്നെ ഗവൺമെൻറ് എങ്ങനെ ബെനിഫിറ്റ് കിട്ടിയെന്നായി പറയുന്നത്? ഡാറ്റ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ മനസ്സിലാവും. ഇറാഖിൽ വലിയ യുദ്ധമൊക്കെ ഉണ്ടായി, സദാം ഹുസൈനെ കൊന്നു, അത് കഴിഞ്ഞ് അമേരിക്കൻ പട്ടാളം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അവിടെ ഭരണമൊന്നും ഇല്ല, ആകെ പ്രശ്നമാണ് ഇപ്പോഴും. അവിടെ അരാജകത്വമാണ്. അവിടെ ഏതോ സുന്നി മുസ്ലിംസ് ഭീകര ഭരണമാണ് നടത്തുന്നത്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവിടെ ഒന്നും ഇല്ലെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ അവിടെ കിടക്കട്ടെ, അതിപ്പോഴും അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ $30 ബില്യൺ ഓയിൽ ഇപ്പോഴും ഇന്ത്യ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ഉക്രൈൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. യുക്രൈനിൽ നിന്ന് 1.2 ബില്യൺ ഇമ്പോർട്ടേ ഉള്ളൂ. ഇവൻ ഇറാഖ് പോലുള്ള ചെറിയ രാജ്യത്ത് നിന്ന് പോലും 29 അല്ലെങ്കിൽ $30 ബില്യൺ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു ഇപ്പോഴും. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ചൈനയുടെ 101 ബില്യനാണ്. അപ്പോൾ അമേരിക്കയുടെയൊക്കെ എത്രയാണ്? അത് 40 ബില്യണൊക്കെ ഉള്ളൂ. റഷ്യന്ന് 35 ബില്യനേ ഉള്ളൂ. നമ്മുടെ വലിയ ഫ്രണ്ടാണല്ലോ ഇസ്രായേൽ ടെക്നോളജിക്കലി അഡ്വാൻസ് കൺട്രിയാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ എന്തൊക്കെയോ ബയോടെക്നോളജിയിലൊക്കെ ഡെവലപ്ഡ് ആണ്. ഇന്ത്യക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എന്തുമാത്രം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്? കാര്യമായിട്ടൊന്നുമില്ല. 1.3 ബില്യൻ്റെ മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ ഹൈ ടെക്നോളജി രാജ്യമുണ്ട്, ഇത്ര അടുത്ത സുഹൃത്തായിട്ട് എന്താ കൂടുതലൊന്നും ഇമ്പോർട്ട് ചെയ്യാത്തത്? അതും പൊങ്ങച്ചമാണ്. വെറുതെ ഒരു രാജ്യത്തിനെ അങ്ങ് പൊക്കി ആകാശത്തോളം പൊക്കിയോടെ വെച്ചിരിക്കുക. അവർക്കും കാര്യമായിട്ടൊന്നും എക്സ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വലിപ്പമുള്ള ഒരു രാജ്യമാണ്. അവിടെ നിന്ന് എന്തോ തേങ്ങ ഇമ്പോർട്ട് ചെയ്യാനായിട്ടാണ്? ഇതൊക്കെ വെറും വാചകമാണ്. അവർക്ക് വഴക്കുണ്ടാക്കാനും ബോംബിടാനും അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. ഏതാണ്ടൊക്കെ കുറേ ടെക്നോളജി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് ഇന്ത്യക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വീണ്ടും ചൈനയിലേക്ക് തിരിച്ചു വരികയാണ്. ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ട് സോഴ്സ്. ഈ സോഴ്സ് ഈ 100-101 ബില്യൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടും. 5-10 ബില്യൺ കൂടുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. അത് മോഡി മീറ്റിങ്ങിന് പോയാലും പോയില്ലെങ്കിലും അതുണ്ടാവും. ഇവിടെ പ്രത്യേകിച്ച് പുതിയ സഹകരണം ഉണ്ടാകുന്നു പോകുന്നില്ല. നമുക്ക് ജനങ്ങൾക്ക് സാധാരണക്കാരന് 10 പൈസയുടെ പ്രയോജനം ഉണ്ടാകത്തില്ല ഈ പറഞ്ഞ പോക്കൊണ്ടൊന്നും. ഇവിടെ അമേരിക്കയായിട്ട് ഗുസ്തി പിടിക്കാൻ നോക്കാതിരിക്കുക. നമുക്ക് കഞ്ഞി കുടിച്ച് കഴിഞ്ഞു പോകാം. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളുടെ മുകളിൽ ഓരോ ടാക്സ് അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എല്ലാവരും ചേർന്ന് അനുഭവിക്കേണ്ടിയും വരും. പൊതുജനത്തിന് എന്നും കുമ്പിളി കഞ്ഞി ഉണ്ടാകത്തുള്ളൂ. നമസ്തേ.